ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണല്ലോ ഈ ചെമ്മീൻ ബിരിയാണി അല്ലേ. അപ്പോൾ ഒരുപാട് മസാലയൊന്നും ഇടാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് പെരട്ടി ഒന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൈമാ റൈസാണ് ഞാൻ ഇവിടെ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മസാല തയ്യാറാക്കാൻ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലും ഉപ്പും പിന്നെ പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് നെയ്ച്ചോറ് പോലെ അങ്ങ് വറ്റിച്ചെടുക്കാം. കൈമാ റൈസാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ഒരു കപ്പ് അരിക്ക് ഒരു 1.25 പാത്രം വെള്ളമാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചോറ് വറ്റിച്ച് മാറ്റി വയ്ക്കാം. മസാലയ്ക്കുള്ള സവോള ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത്ര മാത്രം ഇട്ട് കൊടുത്തു. കുറച്ച് തക്കാളി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ച് വെച്ച ആ ഒരു ചെമ്മീൻ ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ചോറുകൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ചോറ് മാറ്റി അതിൻ്റെ നടുവിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണേ. മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചോറിട്ട് കൊടുത്തു. കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്